കേരള ക്രിക്കറ്റ് ലീഗിൽ ഇമ്പാക്റ്റ് പ്ലെയറായി ഇറങ്ങി മത്സരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു താരമാണ് ഇന്നിപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. ആലപ്പി റിപ്പിൾസിൻ്റെ മുഹമ്മദ് കൈഫ് ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് ഇറങ്ങി മത്സരം വിജയിപ്പിച്ചു. അതെ, വളരെയധികം സന്തോഷമുണ്ട്. ഈ അവസരം കിട്ടിയാലും ഈ അവസരം തന്ന KCAക്കും വളരെയധികം നന്ദി പറയുന്നു. വളരെയധികം സന്തോഷമുണ്ട്. ടീമിൻ്റെ ആദ്യത്തെ ജയം ഇങ്ങനൊരു എൻ്റെ ഒരു ബാറ്റിൽ നിന്ന് തന്നെ ഉണ്ടായത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതായത് കൈഫിൻ്റെ ആദ്യ സീസണാണ്, ആദ്യ മത്സരമാണ്. എത്രത്തോളം ടെൻഷൻ ഉണ്ടായിരുന്നു? ടെൻഷൻ സ്വതവേ എന്തായാലും ഉണ്ടാവും. ആദ്യത്തെ മാച്ച് ഇറങ്ങുന്ന സമയത്ത് സ്വതവേ എന്തായാലും ചെറിയ ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ആ ടെൻഷനൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എങ്ങനെ മാനേജ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ പെർഫോമൻസും. അത് നമ്മൾ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ടീമിന് എന്തെങ്കിലും ഗുണമുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു പ്രഷർ നമ്മളൊരു മോട്ടിവേഷനാക്കി എടുത്ത് നമ്മൾ ടീമിനെ ജയിപ്പിക്കാൻ നോക്കുക. അത്ര ഒരു ഘട്ടത്തിൽ കളി കൈവിട്ട് പോയി എന്നൊരവസരം നിന്നാണ് കൈഫിൻ്റെ ഒരു പ്രകടനം വരുന്നത്. അതാണ് ശരിക്കും നിർണായകമായത്. എപ്പോഴും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവസാനം വരെ കളിച്ച് കഴിഞ്ഞിട്ട് എന്തായാലും ടീമിനെ ജയിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസത്തിനെ ബാറ്റ് ചെയ്ത് പിന്നെ എല്ലാം എൻ്റെ വഴിക്ക് വന്നു. അക്ഷയുടെ കൂടെ ചേർന്നുള്ളൊരു പാർട്ട്ണർഷിപ്പ്. അക്ഷയ് മികച്ച രീതിയിൽ സപ്പോർട്ട് ചെയ്തു. കൈഫിന് മികച്ച രീതിയിൽ കളിക്കാൻ വേണ്ടിയിട്ട് അക്ഷയ് വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തു. അക്ഷയും കൂടി ഇല്ലെങ്കിൽ കുറച്ചുകൂടി ടഫായാണ്. അക്ഷയിൻ്റെ കുറച്ച് നമ്മൾ ആ ഒരു സമയത്ത് ആ ഒരു ഫേസിൽ നമുക്ക് വിക്കറ്റ് കളയാണ്ട് നമ്മൾ കുറച്ച് സമയം അവസാനം വരെ എത്തിച്ചു തന്നെയാണ് നമ്മൾ ഈ ജയത്തിൻ്റെ മെയിനായിട്ടുള്ള വലിയൊരു കാര്യം. പക്ഷേ അവൻ ആ സമയത്ത് നല്ല റോൾ എടുത്ത് നമ്മൾ അവസാനം വരെ കൊണ്ടുവന്ന് അപ്പോൾ എനിക്കും കുറച്ചും കൂടി എളുപ്പമായി. ചില സമയത്ത് അവനും റിസ്ക് എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ചില ഇടിക്ക് ആ ഒരു ക്യാരക്ടർ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കോൺഫിഡൻസ് വരും. അവസാനം വരെ എത്തിച്ചു കഴിഞ്ഞാൽ കളി ജയിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് അപ്പോൾ തന്നെ കിട്ടിയിരുന്നു. സോണി ചെറുവത്തൂരിനെ പോലെ കേരള ക്രിക്കറ്റിൽ പരിചയസമ്പന്നനായ ഒരു പരിശീലകൻ, ഒപ്പം അസ്രുദ്ദീനെ പോലെ കേരള ക്രിക്കറ്റിലെ എക്സ്പീരിയൻസ് ഉള്ളൊരു താരം നായകനായി എത്തുന്നു. ആ കോമ്പിനേഷൻ എല്ലാവരും ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പോൾ അസർക്ക എന്ന് പറയുമ്പം എൻ്റെ ഒരു റോൾ മോഡലാണ് അസർക്ക. അതിൻ്റെ കുറേ സെഞ്ചുറീസ്, ചെറിയ പന്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറിയൊക്കെ കേരളത്തിന് റെക്കോർഡൊക്കെ ഇട്ട പ്ലെയറാണ്. അപ്പോൾ അതൊക്കെ കണ്ടാണ് നമ്മൾ വളരുന്നത്. കാസർഗോഡ് തന്നെയാണ് ഞാനും. അപ്പം ചെറുപ്പം തൊട്ടേ ഇത് കണ്ടാണ് നമ്മൾ വളരുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇതുപോലെ കളിക്കണം എന്നുള്ളൊരു സാധനം എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അത് ആലോചിച്ചിട്ട് തന്നെ നമ്മളെപ്പോഴും പണിയെടുക്കുന്നത്, കഷ്ടപ്പെടുന്നതൊക്കെ. അപ്പോൾ ഇന്നത് ചെറിയൊരു അംശത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റി. ഭാഗ്യം ഇന്ന് കൂടെ ഉണ്ടായിരുന്നു. നല്ല പലപ്പോഴും ഇന്ത്യൻ ടീമിനെ വിജയത്തിലെത്തിച്ച ഒരു താരമായിരുന്നു മുഹമ്മദ് കൈഫ്. ആ പേരിൽ തന്നെയാണ് ഇപ്പോൾ കൈഫും ഉള്ളത്. ഇത്രത്തോളം ഇന്നത്തെ വിജയം, ഈ ഫിനിഷർ റോള് ഇത് ചെയ്തപ്പോൾ എന്ത് തോന്നുന്നത്? ഇല്ല, ഇത് എൻ്റെ വാപ്പ ഒന്നാമത് ഭയങ്കര ഒരു ക്രിക്കറ്റ് പ്രേമിയാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണ് എൻ്റെ ഈ പേര് വന്നതും. 2002 നെറ്റ് വെസ്റ്റിൽ ഇന്ത്യനെ ജയിപ്പിച്ച ഒരു കളിയുണ്ട്, യുവരാജും കൈഫും കൂടെ. അപ്പം ആ സമയത്ത് ഞാൻ ജനിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഈ പേര് തന്നെ വാപ്പ ഇട്ടത്. അപ്പോൾ വാപ്പ പണ്ട് മുതലേ ഇതിൻ്റെ ഒരു കടുത്തൊരു ആരാധനയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെ റോളിൽ തിറങ്ങാൻ പറ്റി. അതെ, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. ടീമിനെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. അത്ര എന്തായാലും വരുന്ന മത്സരങ്ങളിൽ മികച്ച പ്രകടനം എടുക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം M. നിഖിൽകുമാർ, ജനം.